എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമസ്കാരം. ഞങ്ങള് തിരുപ്പതിയിലാണ് കേട്ടോ. തിരുപ്പതിയിൽ തിരുമല ശ്രീ വെങ്കടേശ്വര ഭഗവാനെ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങള് ഭഗവാനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങള് രണ്ട് ദിവസം മുൻകൂടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് സർവദർശനമാണ് കിട്ടിയത്. സർവദർശനം 24 മണിക്കൂർ നേരം ഞങ്ങള് ഒരു റൂമിനുള്ളിൽ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. ഇപ്പോ ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷം ഞങ്ങള് റൂമെടുത്ത് ഞങ്ങൾ താമസിച്ചു. ഇനിയിപ്പോ 24 മണിക്കൂർ നേരത്തേക്കാണ് ഞങ്ങൾക്ക് ആ റൂം കിട്ടിയിട്ടുള്ളത്. അപ്പൊ റൂം എടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എവിടെയാണ് റൂം കിട്ടുക, റൂമിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് സൗജന്യ രഥമാണ് തിരുപ്പതി ദേവസ്ഥാനത്തിലെ സൗജന്യ രഥം. ഇതൊക്കെ ഇവിടുത്തെ സൗജന്യ ബസ്സുകളുണ്ടാവും. 1 രൂപ പോലും നമുക്ക് കൊടുക്കേണ്ടതില്ല. സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. ഇവിടെയാണ് ഈ അക്കോമഡേഷൻ ഉള്ളത് കേട്ടോ. അക്കോമഡേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് CRO, അക്കോമഡേഷൻ രജിസ്റ്റർ കൗണ്ടർ. നമ്മൾ ആദ്യം തിരുപ്പതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് താമസിക്കാനുള്ള സ്ഥലം എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടുന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂ കാണാം. ആ ക്യൂവിൽ നിന്നിട്ട് ഈ ക്യൂ കണ്ടോ, ഈ ക്യൂ ഈ വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. അവിടെ നിന്നോ. അതിൽ നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ബുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടോ. ഇവിടെ ഈ വഴിയാണ് സ്റ്റീലിന്റെ ലൈൻ കണ്ടോ. ഇത് രാവിലെ 5 മണിക്കാണ് ഇവിടെ കൊടുത്തു തുടങ്ങുക. രാവിലെ 5 മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുക. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചാൽ മതി. ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇത് മുഴുവനും. ആദ്യം റൂം ബുക്കിംഗ് ചെയ്യാനായിട്ടുള്ള ടോക്കൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോക്കണില് നമുക്ക് ഈ TV ഉണ്ടോ, ഈ ടിവിയില് നമ്പർ കാണിക്കും. നമ്മുടെ മൊബൈലില് മെസ്സേജ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. ടിവിയിൽ നമ്പറൊക്കെ കാണിക്കുന്നുണ്ടോ. ഇത് നമുക്ക് നമ്മുടെ റൂം അലോട്ട്മെന്റ് ആവുമ്പോഴാണ് നമ്മുടെ നമ്പറുകൾ വരും. ഈ നമ്പർ അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്.
ഇതുപോലെ ഈ ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്ന് അവിടെ ചെന്ന് ഇതിന്റെ ഓഫീസിൽ താമസിക്കാനുള്ള സ്ഥലത്ത് തന്നെ ടോക്കൺ കിട്ടുന്ന സ്ഥലത്തേക്കുള്ള ക്യൂ ആണ് ഇത്. ഞാനിവിടുന്ന് പുറത്തേക്ക് കിടക്കണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി കാരണം ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുന്നു. ഇതിലാണ് പോകുന്നത് കേട്ടോ. റൂമ് അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടി ഇതിലാണ് പോണത്. നമ്മുടെ നമ്പർ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ടോക്കൺ കൊണ്ട് നമ്മൾ ഈ കോണിപ്പടി കയറി നേരെ മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോയാ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയതാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു ARP കൗണ്ടറിന് അവിടെ എഴുതി വെച്ചാലാണ് അവിടേക്ക് പോവാം. നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തിന്റെ QR കോഡ് അത് ഏത് ഭാഗത്താണെന്ന് നമുക്ക് ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് കേട്ടോ. കാർഡ് അതിൽ ഈ സ്കാനിങ് മെഷീനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് സ്കാൻ ചെയ്യാനുണ്ടോ? ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. അതിൽ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഫോട്ടോ എടുക്കാനുണ്ടോ? അപ്പോൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് HBCയിലാണ് കിട്ടുന്നത്, GMC. അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള റൂമുകളൊക്കെ അലോട്ട്മെന്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ പേര് CRO എന്നാണ് കേട്ടോ. CRO. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തിന്റെ താമസ സൗകര്യങ്ങൾക്കുള്ള റൂം ബുക്കിംഗ് ഒക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടുന്ന് CRO നമ്മൾ പുറത്തേക്ക് കടന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഞങ്ങള് കിട്ടി. പക്ഷെ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 24 മണിക്കൂർ സമയത്തേക്ക് മാത്രമാണ് നമുക്ക് താമസിക്കാനുള്ള റൂം കിട്ടുള്ളൂ. അത് 50 രൂപ മുതൽ 1500 രൂപ വരെയുള്ള കെട്ടിടങ്ങളുണ്ട്. ഇവിടുത്തെ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ് കേട്ടോ ഈ CROന്റെ തൊട്ട് മുമ്പിൽ ഉള്ളത്. అలాగే సంతానం వదలకుండా ఆ దిగులతోటి మరణించినటువంటి పరిస్థితి రావడం, వీటి వలన కూడా ఏ పాపములు ఉంటాయో ఆ పాపములన్నీ కూడా പിന്നെന്തേ వీడు కూడా రాడు.
അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഇനി ഇവിടെ നിന്ന് പതുക്കെ നടന്നിട്ട് വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണ് പോവുക? എളുപ്പ വഴി, നടന്നു പോകാനുള്ള വഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബസ്സുകൾ, സൗജന്യ ബസ് എവിടെ വന്നവരെ നിൽക്കണ്ടേ? അപ്പൊ കാണിച്ചാട്ടോ, കണ്ടോ? അത് സൗജന്യ രഥം എന്നാണ് അതിനെ പറയുക. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിന് ഫ്രീ ആണ്. 1 രൂപ പോലും നമുക്ക് കൊടുക്കണ്ട. ഈ ഏഴുമല, ഇതിന് ഏഴുമല എന്നാണ് പറയുക. ഈ തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും ഇതുപോലെ വലിയൊരു ടൗണാണിത്. ഈ ടൗണിന്റെ ഉള്ളില് ഈ ചുറ്റി സഞ്ചരിക്കുന്നതിന് 1 രൂപ പോലും കൊടുക്കാതെ കൊണ്ട് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരെ നമ്മൾ നടക്കുന്നത് എവിടേക്കാന്നോ? നമ്മളിനി നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴികളാണ് കേട്ടോ. അതെങ്ങനെയാണ് പോണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോളൂ. ഭയങ്കര തിരക്കാണ്. ടൗണിൽ നല്ല ഒന്നാന്തര ടൗണാണ്. ഈ 7 മലയുടെ മുകളിൽ ഇത്രയും വലിയൊരു ടൗണൊക്കെ സ്ഥാപിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, അത് തിരുമല ദേവസ്ഥാനത്തിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. എത്ര ജനങ്ങളാണ് ഒരു ദിവസം ഇവിടെ? കോടിക്കണക്കിന് ജനങ്ങളാണ് ഒരു ദിവസം കൂടെ ദർശനം നടത്തി പോകുന്നത്. അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ? എവിടെ നോക്കിയാലും പാട്ടുകൾ മാത്രമല്ല, തെലുങ്ക് പാട്ടുകൾ, തെലുങ്ക് സ്വസ്ത്രങ്ങൾ എന്നൊക്കെയുള്ള ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇടിക്കണത് ഇതിലെ അതിലേ ഇത് വണ്ടിയാണ്. ഇതിലെ ബസ്സിലൊന്നും പോകാൻ പാടില്ല, ബൈക്കിലൊക്കെ പോവാം. ബാക്കിയൊക്കെ നടന്നു പോകാനുള്ളൂ. ഇപ്പൊ അവിടുന്ന് ഇതിലൊരു സബ്വേ ഉണ്ട് കേട്ടോ. ഈ സബ്വേ കൂടെ വേണം നമുക്ക് ക്ഷേത്രം കാണണമെങ്കിൽ. ദർശനത്തിന് പോകുന്നതിനുള്ള വഴികൾ വേറെയാണ് കേട്ടോ. ഈ വഴി കണ്ടോ? ഇത് സബ്വേയാണ്. ഈ സബ്വേയുടെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അവിടെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് എവിടേക്കാണ് പോകേണ്ടത്. ആ പോകേണ്ട വഴികളെ കുറിച്ച് കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സബ്വേ കൂടെ പതുക്കെ ഇറങ്ങണം കേട്ടോ. ഇത് എളുപ്പ വഴിയാണ്. ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തും ഈ വഴി. ദർശനം നടത്താനുള്ള വഴിയല്ല കേട്ടോ അത്. അന്നദാനം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ മുടി മുറിക്കാനുള്ള സ്ഥലം, മുട്ടയടിക്കാനുള്ള സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരുവിധം പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സബ്വേയുടെ ഉള്ളിലേക്ക് ഈ സബ്വേ കൂടി പുറത്തേക്ക് കിടക്കണം. പുറത്തേക്ക് കിടന്നിട്ട് ഇവിടെയൊക്കെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ചായ, കാപ്പി, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കൂടുതൽ കിട്ടുക. വഴിയോരത്ത് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ഇത് നമുക്ക് ഇതിലെയാണ് പോകേണ്ടത് കേട്ടോ. ഇതിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവദർശനം, ദിവ്യദർശനം, 300 രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ടുള്ള ദർശനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഒന്നും വഴിയോര വ്യാപാരം പാടില്ല എന്നുള്ളതാണ്. പക്ഷെ
ഇവിടെ വഴിയോര വ്യാപാരം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ച് വെക്കും. കാരണം അവരൊക്കെ കെട്ടിപ്പറക്കാണ്. പോലീസ് വന്നവരോട് ഇവിടെ വഴി മുടക്കരുത് ഒക്കെയാണ് പറയണത്. പോലീസ് വന്നതൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. വഴിയോര വ്യാപാരം പാടില്ല എന്നുള്ളതാണ് അവിടെ. ഇനി നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോകാം കേട്ടോ. ഈ വഴിക്ക് നേരെയായിട്ട് പോകാം. ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ള വഴിയാണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. തിരക്ക് കണ്ടോ? എന്താ തിരക്ക്! ജനങ്ങൾ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാട്ടുകളും മന്ത്രങ്ങളും വളരെ ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ് കേട്ടോ. അതിലേ ഇങ്ങോട്ട് പോട്ടോ. ആ വഴി കൂടി വരാൻ പറ്റും കേട്ടോ. അതിലും വരാം. അത് ആ റോട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റും. ഇവിടുന്ന് നേരെയാണ് പോട്ടത് കേട്ടോ. വഴി അരികിൽ ഇരുന്നിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കില്ലല്ലോ. ഇതൊക്കെ ഭക്ഷണ സ്റ്റാളുകളാണ് കൂടുതൽ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെയാണ് നടക്കാറുണ്ട് കേട്ടോ. കുറച്ച് അധികമൊന്നുമില്ല. ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയാണ് മുടി മുറിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ മുടി മുറിക്കാം. അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അവിടെ. നേരെ പോവാം. കവാനം കണ്ടോ? ഇത് തിരുമലയുടെ മുകളിലാണ് കേട്ടോ.
ഇവിടെ പടിക്കെട്ടുകളൊക്കെ ഉണ്ട്, സൂക്ഷിച്ചിറങ്ങണം. എന്താ തിരക്കുണ്ടോ? രാത്രിക്കൂടെ ഭയങ്കര ലൈറ്റ് ഇറങ്ങിട്ടോ. ആ കാണുന്നതൊരു ഹനുമാന്റെ അമ്പലമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ നേരെ മുൻപിലായിട്ടാണ് ആഞ്ജനേയന്റെ അമ്പലം. അവിടെ നാളികേരെ കുറച്ച് ഭഗവാനെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജില് പല പല പരിപാടികൾ. നമുക്കിങ്ങനെ പോവാം. തിരുമല തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. എന്താ ഭംഗി എന്ന് പറയുന്നത് കാണാൻ, ക്ഷേത്രം കാണാനായിട്ട്. അവിടെ സ്വർണ്ണ നിറത്തില് ഒരു ഇത് കണ്ടോ, സ്വർണ്ണ നിറത്തിലുള്ള കോവില്. ആ കോവിലിന്റെ ഉള്ളിലാണ് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നത് കേട്ടോ. ഏഴുമല എന്നാണ്, ഏഴുമല സപ്തഗിരി. നമുക്ക് ഇവിടെയുള്ള ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാം. ഇതാണ് ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ഇവരുടെ ശ്രീ വേദി ആഞ്ജനേയ സ്വാമി വാരി ടെമ്പിൾ എന്നുള്ളതിന്റെ പേര് കേട്ടോ. അവിടെ നിന്ന് പോയി തൊഴാം നമുക്ക്. നാളെയോടൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. നാളെയോടൊക്കെ ചെയ്യാൻ ഇവിടെ നാളെയോടൊക്കെ തൊഴാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഭഗവാനെ തൊഴാനായിട്ട് ഇവിടെ നാളെയോടൊക്കെ ഉണ്ടോ. ഇതിലെ പുറത്തേക്ക് കിടക്കട്ടോ. ഇതിലെ ഈ പടി ഇറങ്ങി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാട്ടോ. അവിടുത്തെ ഭഗവാന്റെ മുമ്പിൽ ചെറിയൊരു പൂന്തോട്ടം കണ്ടോ, ചെറിയൊരു പൂന്തോട്ടം. ഇതാണ് തിരുപ്പതിയിലുള്ള തിരുമല ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം.
ക്ഷേത്രത്തിന്റെ മുൻവശമാണ് കേട്ടോ. തിരുപ്പതിയില് തിരുമല ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. വെങ്കടേശ്വര സ്വാമിനെ ഞങ്ങള് ദർശനം കഴിഞ്ഞു കേട്ടോ. ദർശനം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ട്, പിന്നെ ഒരു വലിയൊരു കുളമുണ്ട്, പിന്നെ അന്നപ്രസാദം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ നമുക്ക് പോകട്ടോ. ദർശനം കഴിഞ്ഞ ആൾക്കാരാണ്. ദർശനം കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങണം കേട്ടോ. ലഡു വാങ്ങാൻ പോണത് ഇതിലാണ് കേട്ടോ. രാത്രിയിൽ 1 മണിക്കൂർ ഇവിടെ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഭാഗമാണ് കേട്ടോ. ഇതിലാണ് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം ഇല്ല കേട്ടോ, നോ എൻട്രി ആണ്. ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഇതിലാണ്. അവരൊക്കെ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ് കേട്ടോ. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക്. ഇനിയിപ്പോ നമ്മൾ പോണത് ലഡു വാങ്ങണ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളം നല്ല കുളമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുളം കാണാൻ നല്ല നല്ല നീല നിറത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, അല്ലേ? തെളിഞ്ഞ വെള്ളം. വെള്ളം കാണാൻ തന്നെയല്ല കേട്ടോ. അതിലാണ് നടുവില് ഒരു എന്തൊരു ഇതുമാതിരി സ്തൂപ്പോ അല്ലേ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ കുളക്കടയിലൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ലഡു വാങ്ങണ സ്ഥലത്തേക്ക്. ഞങ്ങള് ലഡു ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഒരാൾക്ക് 6 ലഡു ആണ് കിട്ടുള്ളൂ. ഒരു ദർശനം ചെയ്യുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് 1 ലഡും നമുക്ക് അധികമായിട്ട് ഒരാൾക്ക് 6 ലഡു വീതം മാത്രമേ കിട്ടുള്ളൂ. ലഡു വാങ്ങാൻ പോകുന്ന സ്ഥലം ആ വഴിയാണ് കേട്ടത്. അത് ഈ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ, ക്ഷേത്രത്തിന്റെ പുറം ചുമരാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഡു വാങ്ങണ സ്ഥലത്തേക്ക് പോകും. ഒരു ദിവസം കോടിക്കണക്കിന് ജനങ്ങളാണ് കേട്ടോ ഇവിടെ വന്ന് ദർശനം നടത്തി പോകുന്നത്.
ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് ലഡു. അതായത് ആളുകളൊക്കെ ലഡു വാങ്ങിട്ട് വരണുണ്ടോ? അതായത് സഞ്ചിയിലൊക്കെ ലഡു ആണ് കേട്ടോ. ലഡു വാങ്ങിട്ട് വരുന്നതാണ് ഇതില്. ഒരു ലഡുവിന് 50 രൂപയാണ് കേട്ടോ വില വരുന്നത്. അത് 2 തരത്തിലുള്ള ലഡു ഉണ്ട്. 160 ഗ്രാമിന്റെ ഉണ്ട്, 175 ഗ്രാമിന്റെ ഉണ്ട്. പിന്നെ വലിയ ലഡു ഉണ്ട്. അതിനെന്താ വില എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിലാണ് ലഡു പിടിക്കാൻ പോണ സ്ഥലം. പനി പിടിച്ചൊക്കെ അത് കാരണം ശബ്ദത്തിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. പനി, ചുമ, അതിനേക്കാൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ല. അവിടെയാണ് ലഡു പിടിക്കുന്ന സ്ഥലം കേട്ടോ. ഇതിലേണ്ട് പോവാ. ഇതിലേണ്ട് കയറി കഴിയുന്നെങ്കിൽ ലഡു പിടിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ ലഡു പിടിക്കുന്ന കൗണ്ടറാണ് കേട്ടോ. കംപ്ലീറ്റ് ലഡു പിടിക്കുന്ന സ്ഥലമാണ്. എത്ര ജനങ്ങളാണെന്നറിയാം ലഡു വാങ്ങാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ തൊട്ട് മുകളിൽ ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ. ആ നിലയിൽ കൂടി നമുക്ക് ലഡു വാങ്ങാൻ പറ്റും. എനിക്ക് നില അത് എന്തോരം സ്ഥലം നോക്കിയും ലഡു വാങ്ങാനായിട്ട്. കൗണ്ടറുകൾ ഒരുപാട് കൗണ്ടറുകളാണ്. താഴെയും മുകളിലായിട്ട് 2 നിലയിലാണ് ലഡു വാങ്ങാനായിട്ട്. ലഡു വാങ്ങാൻ ലഡു വാങ്ങി വെച്ചിട്ടുണ്ടോ? ലഡു നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് കുളത്തിനോടേക്ക് പോവാം. കുളത്തിനോടേക്ക് പോവാം. ഓരോരുത്തരുടെ കയ്യിൽ സഞ്ചി ഉണ്ടോ? ഈ സഞ്ചിയിലൊക്കെ ലഡു ഭയങ്കര തിരക്കോടെ. നമ്മൾ ഇന്നലെ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. അതിനേക്കാൾ തിരക്കാണ് ഇന്ന്. ലഡു കൊണ്ട് പോകണോ? കവറില് 10 രൂപ കൊടുത്താൽ കവറ് കിട്ടും. ഇതിലൊക്കെ ലഡുണ്. ലഡു ഒരാൾക്ക് 5 എണ്ണം കിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഇന്നലെ 5 എണ്ണം കിട്ടിയുള്ളൂ. 6 എണ്ണം കിട്ടിയില്ല. 6 എണ്ണം ടിക്കറ്റിന്റെ ടിക്കറ്റ്, ഒരെണ്ണം സൗജന്യം. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് വീട്ടിന്റെ മുകളിലേക്ക് ഇവിടുന്ന് പോയാലും കിട്ടും കേട്ടോ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കോണികേരിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ പോയാലും ലഡു കിട്ടും. അപ്പൊ ഇനി നമ്മളിനി പോകുന്നത് നമ്മള് കുളത്തിന്റെ അവിടെ ഇങ്ങനെ കേട്ടോ. നമ്മൾ ലഡു വാങ്ങേണ്ട വഴി കൂടെ വന്ന് ഇവിടേക്കാണ്. ഇനി ഇവിടുന്ന് എയർപോർട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളത്തിന്റെ അവിടേക്ക് പോവാം. കുളത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരാഹമൂർത്തി ക്ഷേത്രം. ഇവിടെ മ്യൂസിയം ഉണ്ട്. അവിടെയാണ് മ്യൂസിയം. മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ. അവിടെയാണ് മ്യൂസിയം. ശരിക്ക് തിരുപ്പതി ക്ഷേത്രത്തിലെ ദർശനക്രമം അനുസരിച്ച് ഈ കുളത്തിൽ വന്ന് മുങ്ങി കുളിച്ച് വരാഹസ്വാമിനെ ദർശനം നടത്തിയതിന് ശേഷം മാത്രമാണ് ശ്രീ വെങ്കടേശ്വരൻ ദർശനം നടത്താൻ പാടുള്ളൂ എന്നാണ് ശരിയായിട്ടുള്ള നിയമം. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഇത് കുളത്തിന്റെ അവിടേക്കുള്ള വഴിയാണ് കേട്ടോ. അന്നപ്രസാദ സെന്റർ അവിടേക്കൊക്കെ പോവാം. വരാഹമൂർത്തി സ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു വലിയൊരു ആൽമര ഉണ്ട്. വലിയൊരു ആൽമര ഉണ്ട്. ഒരുപാട് വലുപ്പം വലിയ ആൽമരാണ് കേട്ടോ. നമുക്ക് നേരെ കുളത്തിന്റെ അടുത്തുള്ള വരാൻ പോവാം. കുളം കണ്ടിട്ട് വരാം. നമുക്ക് ഇതിലെ പോവാം. കുളട്ടോ, കുളത്തിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ പോണത്. కుళాటో కొందరున్నారు జాగ్రత్త, మీ వస్తువులను మీరే జాగ్రత్తగా చూసుకోవాలి. పుష్కరిణిలోకి పాదరక్షలకు അവരുടെ ക്ഷേത്രം കണ്ടോ? ஓம் நமோ புஷ்கரணி. வெங்கடேசாய. பக்தர்களின் கவனத்திற்கு இவர்கள் துணிகளை தீவாரி புஷ்கரணியில் வைக்காதீர்கள். സ്വാമിയുടെ ക്ഷേത്രമാണ് ഈ കണ്ടത്. അതിനുള്ള ക്യൂ ആണ് അവിടെ. ഈ പുഷ്കരണിയുടെ തൊട്ടടുത്താണ് വരാഹസ്വാമിയുടെ ക്ഷേത്രം ഉള്ളത് ഇപ്പൊ. ആളുകൾ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടോ? தீவாரி புஷ்கரணியில் பயன்படுத்தாதீர்கள். மேலும் உங்களின் துணிகளை பாதுகாப்பாக வைத்துக் கொள்ளுங்கள். Please take care of your personal belongings. Don't drink Pushkari water. Don't enter in Pushkari. ഇനി നമുക്ക് വരാഹസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് വരാം. അവിടേക്കാണ് പോണത് കേട്ടോ. വരാഹസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ നമുക്കവിടെ പോയിട്ട് ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്ന് തൊഴുതിട്ട് വേണം, ക്യൂവിൽ പോയിട്ട് തൊഴണം. അത് പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് കഴിയുമ്പോൾ വലിയ തിക്കും തിരക്കൊന്നും ഇല്ല ഇതിനുള്ളിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഈ ക്ഷേത്രത്തിലൊക്കെ വന്ന് തൊഴണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. സ്വാമി ക്ഷേത്രം വരാഹസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആണ് കേട്ടോ. ഞങ്ങളിപ്പോ ഇതില് തിരക്കായ കാരണം ഞങ്ങളിപ്പോ കയറുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വേറെ 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അത് കാരണം ഞങ്ങൾ കയറുന്ന വൈകിട്ട് വന്നിട്ട് അതിൽ തൊഴാനുള്ള ഉദ്ദേശമാണ് കേട്ടോ. സമയം എത്രയാ? ഈ കളങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ല ഭംഗിയിലാണ് ഇത് തന്നെ. അവിടുന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വാനും വരുന്നുണ്ട്. ഇത് അന്നപ്രസാദം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ 10 മണി വരെയൊക്കെ 8 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം. ഇതിലോട്ട് പോകാൻ മതി.
അവിടെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമാണ്. ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കേട്ടോ. നല്ല പ്രസാദ മണ്ഡപമുള്ളത്. എല്ലാവരും രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒന്നും ശരിയാവില്ല. അത് ഞങ്ങൾ പുറത്ത് കഴിക്കണുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് അന്നപ്രസാദ മണ്ഡപമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് പ്രസാദ ഊട്ട്, അന്നപ്രസാദം. ഇത് നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ട് പാപവിനാശം, ആകാശഗംഗ, ജപാലി ഹനുമാൻ മന്ദിർ, അതുപോലെ തന്നെ സ്വാമി ടെമ്പിൾ എന്നിവിടേക്ക് പോകാനുള്ള വഴിയാണിത്. ഇത് നേരെ ചെല്ലണത് ഇതിന്റെ ഒരു എൻട്രൻസിലേക്കാണ് ചെല്ലണത് കേട്ടോ. നമ്മളിപ്പോ എൻട്രൻസിലേക്കാണ് പോണത്. తీసుకొని రావాలా? ചെറുപ്പത്തിലെങ്കിലും കുഴപ്പമില്ല, ചൂടില്ല. ഇതാണ് അന്നദാന മണ്ഡപം. തിരുമല ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. ഇനി അടുത്ത സ്ഥലത്തേക്ക് എവിടെ എന്ന് പറയും. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപവിനാശം, ജപാലി ഹനുമാൻ മന്ദിർ, ആകാശഗംഗ, പിന്നെ ഗോപാലകൃഷ്ണ മന്ദിരം ഉണ്ട്. ജപാലി ഹനുമാൻ മന്ദിർ, അവിടേക്കാണ് ഇനി പോകാൻ പോണത് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഉണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ബൈ ബൈ.